ഡാർക്ക് ഹ്യൂമറാണ്. ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടും. ഒന്നും പറയാനില്ല. പറയണമെന്നില്ലേ, വാക്കുകളില്ല. സീനാണോ? എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. ഹ്യൂമർ വർക്ക്ഔട്ട്. ഡാർക്ക് ഹ്യൂമറാണ്. ഡാർക്ക് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇഷ്ടപ്പെടും. അൽത്താഫിന്റെ സ്ഥിരമായിട്ട് സംഭവം. ഞണ്ടുകളുടെ നാട്ടിൽ അതുപോലെ ഹ്യൂമറാണല്ലോ. എങ്ങനെയുണ്ട്? വെറുപ്പിച്ചോന്നല്ല, ഏത് ടൈപ്പാണെന്ന് വെച്ചാൽ മറ്റേ കനകം കാമിനി കലഹം അതേപോലത്തെ ഒരു പടം. അതിനേക്കാളും പക്ഷെ അത്ര പോലും എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. എങ്ങനെയുണ്ട്? അങ്ങനെ വർക്ക്ഔട്ട് ആയതായിട്ട് ഫീൽ ചെയ്തില്ല. മനസ്സിലാകാത്ത രീതിയിലുള്ള ഹ്യൂമറാണ്. ആ ടൈപ്പ് അല്ല, എന്ത് അത്ര എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. കഥയുണ്ടോ? സ്റ്റോറി കഥ എല്ലാം ആ ഒരു ടൈപ്പ്, മറ്റേ കനകം കാമിനി കലഹം ആ ടൈപ്പ് ഒരു പടം. അത്ര വർക്കായില്ല. ഒട്ടും വർക്കായില്ല. എന്താ അഭിപ്രായം എന്തായിരുന്നു? ഫഹദിന്റെ കല്യാണിയുടെ നന്നായിരുന്നു. വർക്കായ സിനിമ? എനിക്ക് കുഴപ്പമില്ല. തെലുഗു പടം പോലെ. തെലുഗു പടം നല്ല സിനിമ. കോമഡി ഒരു വട്ടം കാണാം. കഥയൊന്നും അങ്ങനെയില്ല, ലോജിക്കൊന്നും ഇല്ല. ഓണം കൊണ്ടുപോ ഇല്ല. പോരാ, സുഖമില്ല. ഒരു കോമഡിയുടെ അല്ല, ഓവർ ക്യൂട്ട്നെസ്സിനകത്ത് ചുമ്മാ അത്ര പോരാ. ബിലോ ആവറേജ്. കളിച്ചില്ല, ഒന്നുമില്ല. ഒരു നെറ്റ്ഫ്ലിക്സിൽ ഏതെങ്കിലും ഒരു സീരീസ് നമ്മൾ കാണാറില്ല. കരിക്ക് സീരീസ് കാണുന്നത് വേറെ. പിന്നെ ക്യൂട്ട്നെസ്സാണ്, ചുമ്മാ ആവശ്യമില്ലാതെ കുറേ ക്യൂട്ട്നെസ്, കുറേ കളർഫുൾ ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പിക്ചറൈസേഷൻ. അൽത്താഫിൻ്റെ കോമഡി, അപ്പം എനിക്ക് അദ്ദേഹം കോമഡിയിലൊക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ. അപ്പം ആ ഒരു കൺസെപ്റ്റിലാണ് പുള്ളി എടുക്കുന്നത്. പക്ഷേ നല്ല രണ്ട് കാസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളതല്ല. ഫഹദിനും കല്യാണിയെ പോലത്തെ രണ്ട് നല്ല കാസ്റ്റിംഗ് കിട്ടിയിട്ട് ഈ രീതിയിലായിരുന്നില്ല അത് എടുക്കേണ്ടത്. അങ്ങനെ എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ഫഹദിൻ്റെ സിനിമ കാണുമ്പോൾ ഈവൻ്റെ നമ്മുടെ കല്യാണിയുടെ സിനിമകൾ കാണുമ്പോൾ പ്രതീക്ഷയുണ്ട്, പക്ഷെ ആ പ്രതീക്ഷ ഒന്നും കിട്ടിയില്ല. അത് അതിനകത്തുള്ള കാസ്റ്റിംഗ് ഉണ്ട്, അത് ലാലുണ്ട്. അപ്പോൾ അവരൊക്കെ അതിനകത്തുണ്ടെങ്കിൽ, പക്ഷെ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സ്റ്റോറി ലൈനൊന്നും ഇല്ല, മോശം. നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ സിനിമ സാധാരണ കാണാൻ വരുന്നത് മറ്റുള്ള നടന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമ തുടങ്ങിയതിൻ്റെ അവസാനം വരെയും ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി പോകണം എന്ന് തോന്നിയ ഒരു സിനിമയായിപ്പോൾ എനിക്ക്. കാരണം സ്ക്രിപ്റ്റ് വീക്കാണ്, ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് പറയാൻ. കാരണം ഫഹദിനെ പോലുള്ളൊരു ആക്ടറൊന്നും ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്ത് കണ്ടിട്ട് എന്ത് ഹ്യൂമർ എന്നൊക്കെ പറയുന്നത്, എന്ത് ഹ്യൂമറാണ് എനിക്കൊന്നും മനസ്സിലായില്ല. ആലൊക്കെ വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് അന്യായ വെറുപ്പിക്കൽ. ഒരു അത് പറയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം കൂടുതലായിട്ട് സത്യത്തിൽ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടോ നമ്മൾ പിടിവിട്ട് പോകും. മൊത്തം സ്ക്രിപ്റ്റ് മൊത്തത്തിൽ മൊത്തം പോയി. കാരണം എന്താണ് ഇവർ, ഞാൻ ഒന്നും പറയുന്നില്ല, ഞാൻ പോവുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാതില്ല. ഓക്കെ, നിങ്ങൾ അത്ര